പരിപാടി ആരംഭിക്കുകയായി. ആദ്യമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി LDFിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനർ സഖാവ് അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പഞ്ചായത്ത് കമ്മിറ്റിയല്ല, പഞ്ചായത്ത് ജാഥയുടെ സംഘാടക സമിതിയുടെ കൺവീനർ പ്രിയപ്പെട്ട സാക്കള, ചേർപ്പ് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരണത്തിൻ്റെ ദുർഭരണത്തിനെതിരായി ചേർപ്പിലെമ്പാടും അതിശക്തമായ ജനരോഷം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനപക്ഷ വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ വികസനത്തിൽ ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല, ചേർപ്പിലെ ജനങ്ങൾക്ക് ആ വികസനത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ചേർപ്പ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തും ലോകത്തിലും തന്നെ പുകൾപ്പെട്ട കേരളത്തിലെ LDFിൻ്റെ ഭരണം നടക്കുമ്പോൾ ആ ഭരണവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ജനവിരുദ്ധമായ ഭരണം നടത്തി മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെന്റ്, ഈ പഞ്ചായത്ത്. ചേർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നു. ചേർപ്പ് സെന്ററിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ, ഈ കമ്മ്യൂണിറ്റി ഹാൾ രൂപീകൃതമാകുന്ന കാലഘട്ടത്തിൽ സമീപ പഞ്ചായത്തുകളിലൊന്നും അത്തരമൊരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നില്ല. മറ്റു പല കമ്മ്യൂണിറ്റി ഹാളുകളും 50,000-ഉം 1,00,000-ഉമെല്ലാം കല്യാണങ്ങൾക്കും മറ്റ് സാംസ്കാരിക പരിപാടികൾക്കുമെല്ലാം വാങ്ങുമ്പോൾ 1000-ഓ 1,500-ഓ രൂപയ്ക്ക് ഈ ചേർപ്പിലെ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ ലഭിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ചേർപ്പിന്റെ കമ്മ്യൂണിറ്റി ഹാൾ. ആ കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ അതിശക്തമായിട്ട് ആരോപിച്ചു, ഈ പഞ്ചായത്ത് ഭരണസമിതി ചേർപ്പിലുള്ള മുതലാളിമാർ നയിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക്, മുതലാളിമാർ കൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഹാളുകൾക്കും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾക്കും വേണ്ടി ഓശാനപാടി ഗവൺമെന്റിന്റെ കീഴിൽ ഈ ചേർപ്പിലെ പാവപ്പെട്ടവന് ഉപയോഗപ്രദമായ ഒരു കമ്മ്യൂണിറ്റി ഹാളിനെ ഉപയോഗശൂന്യമായ രീതിയിൽ നശിക്കാൻ വിട്ടിരിക്കുകയാണ്. മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, കച്ചവട ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് തലത്തിൽ പെരുമാറുന്നത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ ആരോപിക്കുകയാണ്. ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ ഈ ജാഥയിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമര പ്രക്ഷോഭങ്ങളിലും LDF ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി പറയാൻ ചേർപ്പിലെ ഭരണാധികാരികളെ നിർബന്ധിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഒരു പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഞങ്ങൾ നടത്തി. അടുത്ത ഘട്ടമായിട്ടാണ് ഈ കാൽനട ജാഥ. ഈ മഴയുടെ കേളി കൊട്ടിയിരുന്ന ഈ പശ്ചാത്തലത്തിലും ഇന്നും നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവാചകർ പറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിലും കാലാവസ്ഥയെ തൃണവൽക്കരിച്ചുകൊണ്ട് കാൽനട പ്രചരണ ജാഥ 8 മന സെന്ററിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ജാഥയെ നയിക്കുന്നത് LDFിന്റെ ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സഖാവ് M. മധുവാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ CPIയുടെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗമായ സഖാവ് M. നാരായണദാസാണ്. ഈ ജാഥയുടെ മാനേജർ സഖാവ് ലോഹേട്ടനാണ്. ഈ ജാഥ ഇന്നിവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഷാജേട്ടനാണ്. ഈ ജാഥയിൽ നിന്ന് ഉദ്ഘാടന യോഗത്തിന് സഖാവ് KK ജോബി, സഖാവ് KK അനിൽ, ES പ്രതീഷ്, PR കൃഷ്ണകുമാർ, PA ഷാജഹാൻ, M. ജയകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ
എല്ലാം തന്നെ പ്രസംഗിക്കുകയാണ്. ഈ ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ മുത്തുള്ളിയാൽ ചേരുന്ന സമാപന യോഗത്തിൽ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് KS ജയ ഉദ്ഘാടനം ചെയ്യും. ഈ ജാഥയിലേക്കും ഈ പരിപാടിയിലേക്കും എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ഈ ജാഥയുടെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും മാനേജരെയും ഇവിടെ പ്രസംഗിക്കാൻ എത്തിയിട്ടുള്ള സഖാക്കളെയും ഉദ്ഘാടകനെയും എല്ലാം തന്നെ മുഴുവൻ ചേർപ്പിന്റെ സമര സഖാക്കൾക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാനായ സഖാവ് PS സനന്ദാണ്. സഖാവ് സനന്ദിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഖാക്കളെ, നാട്ടുകാരെ, നാളെ ചേർപ്പ് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ LDF നയിക്കുന്ന ജാഥ ആറാട്ടുപുഴ ഗോപുരനടയിൽ നിന്നും ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന പൊതുയോഗമാണ് ഇന്ന് എട്ടുമനയിൽ വെച്ച് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 15 വർഷക്കാലം മുന്ന് ചേർപ്പിൽ ഒരു ഇടതുപക്ഷ ഭരണം ഉണ്ടായിരുന്നു. പിന്നീട് തുടർച്ചയായി മാറി ഭരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആണ്. കേവലം 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തു വെച്ച ഒരു പ്രൊജക്ടിന്റെയും ഒരു തുടർഭരണം കോൺഗ്രസ് ഇവിടെ ചെയ്തിട്ടില്ല. നമുക്കറിയാം, എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷം 15 വർഷം മുന്നേ ഈ ചേർപ്പ് പഞ്ചായത്ത് ഭരിക്കുമ്പോഴാണ് നിർമ്മൽ പുരസ്കാരം ഈ പഞ്ചായത്തിനെ തേടിയെത്തിയത്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിനാണ് നിർമ്മൽ പുരസ്കാരം ആ പഞ്ചായത്തിന് നേടിത്തന്നത്. നമുക്കറിയാം, വനിതകളെ വെച്ച് ഓട്ടോ ഡ്രൈവിംഗ് പഠിപ്പിച്ച് നമ്മുടെ നാട്ടിലെ കടകളെല്ലാം കയറി ഇറങ്ങി മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ചേർപ്പിന്. അതിനുശേഷം ഇവിടെ എട്ടുമനയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് കേരളത്തിൽ ആദ്യമായി ഫ്ലാറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ചേർപ്പ് പഞ്ചായത്തായിരുന്നു. ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഈ 15 വർഷക്കാലം ചേർപ്പ് പഞ്ചായത്തിന്റെ ഭരണം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ചേർപ്പ് പഞ്ചായത്തിന്റെ നമുക്കറിയാം, നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററാണ് ചേർപ്പ് സെന്റർ. ചേർപ്പ് സെന്ററിന്റെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ചന്തയുടെ നവീകരണം, അതിന്റെ പ്രൊജക്ട് തയ്യാറാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ ഭരണസമിതി അന്ന് അധികാരം വിട്ടൊഴിയുന്നത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഈ മാറി വന്ന ഗവൺമെന്റുകൾക്കായില്ല. കഴിഞ്ഞ തവണ ഗീതാ ഗോപി MLA 2 കോടി രൂപ ചേർപ്പ് പഞ്ചായത്തിന്റെ അതിന്റെ മാർക്കറ്റിന്റെ നവീകരണത്തിന് മാറ്റിവെച്ചു. എന്താണ് കോൺഗ്രസ് ചെയ്ത്? ഇവിടുത്തെ ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കേണ്ടേ? ഫണ്ട് ലാപ്സ് ആവുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ആ ഫണ്ട് വകമാറ്റി ഗീതാ ഗോപി തൃപ്രയാറിലേക്ക് കൊണ്ടുപോയത്. ഇടതുപക്ഷ MLAയുടെ ഫണ്ടിനോട് ഒരു ചിറ്റമ്മ നയമാണ് കോൺഗ്രസ് ഭരണസമിതി എന്നും കാണിച്ചു വന്നിട്ടുള്ളത്. 10-13 ലക്ഷം രൂപ തൃശൂർ ഗവൺമെന്റ് കോളേജിന് കൊടുത്തുകൊണ്ട്, കൺസൾട്ടിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് അതിന്റെ പ്രൊജക്ട് ഒക്കെ തയ്യാറാക്കി CK വിനോദ്. അത് വെള്ളത്തിൽ വരച്ച വരെയാണ്. 13 ലക്ഷം രൂപയോളം ചേർപ്പ് പഞ്ചായത്തിന് പോയി കിട്ടി. അല്ലാണ്ട് ചന്തയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു? ഇല്ല. അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം ആ പഞ്ചായത്ത് തനതായ പ്രൊജക്ടുകൾ കൊണ്ടുവരികയാണ്. ഒരാഴ്ച മുന്നാണ് പുള്ളില് ജലവിനോദം ടൂറിസം ഡെവലപ്മെന്റിന്റെ ഒരു പ്രോഗ്രാം അവിടുത്തെ പഞ്ചായത്ത് നടത്തിയത്. നമ്മുടെ തൊട്ടപ്പുറത്ത് ചേനത്ത് വിനോദസഞ്ചാര കേന്ദ്രം പോലെ ആക്കുകയാണ് അവിടുത്തെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട്. ഇതെല്ലാം സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എല്ലാ വർഷവും കമ്മ്യൂണിറ്റി കാണുന്ന സന്തോഷേട്ടൻ പറഞ്ഞ പോലെ ഫണ്ട് വകയായിരുന്നു, മെയിൻ്റനൻസ് ഫണ്ട്.
10-15 ലക്ഷം രൂപ എന്താ ചെയ്യണമെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് ഇടതുപക്ഷം ഈ ജാഥയിലൂടെ ഉന്നയിക്കുന്നത്. ഈ 15 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് തനതായിട്ട് ഈ പഞ്ചായത്ത് ചെയ്തേക്കുന്നത്? ഇവിടെ മുക്കിലും മൂലയിലും കാണുന്ന ഹൈമാസ്ക് ലൈറ്റ് ഒക്കെ ഇവിടുത്തെ ഇടതുപക്ഷ MLA-യാണ്. പല റോഡുകളും MLA ഫണ്ടാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ ഈ പഞ്ചായത്തിലുണ്ട്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ മറ്റെല്ലാ പഞ്ചായത്തുകളും റീടാറിങ് നടന്നു. നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഇതുവരെ നടന്നിട്ടില്ല. ഇതിനൊക്കെ ഉത്തരം ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ് ഈ ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതി. അതാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെ ഉന്നയിക്കുന്നത്. ഈ ദുർഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ചേർപ്പിന്റെ വികസനത്തിന് കൈകോർക്കാൻ ഇവിടുത്തെ MLA-യുടെയും ഇടതുപക്ഷ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ കേന്ദ്രീകരിച്ച് ചേർപ്പ് പഞ്ചായത്തിനകത്ത് വികസനത്തിന്റെ പൂക്കാലം തീർക്കാൻ ഇടതുപക്ഷത്തെ വലിക്കണമെന്ന് കൂടി പറയുന്നതിനാണ് ഈ കാൽനട ജാഥ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും നാളെ ഈ ജാഥയെ അണിനിരക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ജാഥ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഷാജനാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുവരെ ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി CPI-യുടെ ജില്ലാ കൗൺസിൽ അംഗവും CPI-യുടെ ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയുമായ സഖാവ് KK ജോബിയെ ക്ഷണിച്ചോളും. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനും അഴിമതിക്കും എതിരായി ഇന്നും നാളെയുമായി നടക്കുന്ന പ്രക്ഷോഭ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന CPI-യുടെ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സംഘാടക സമിതിയുടെ ചെയർമാനുമായ സഖാവ് PS ആനന്ദ്, ഈ വേദിയിൽ സന്നിഹിതരായ ഈ ജാഥയുടെ ക്യാപ്റ്റനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേർപ്പ് പഞ്ചായത്ത് കൺവീനറും CPIM നേതാവുമായ സഖാവ് M മധു, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ CPI-യുടെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് M നാരായണദാസ്, ഈ ജാഥയുടെ മാനേജർ CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും സഹകരണ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് കൂടിയായ സഖാവ് PK ലോഹിതാക്ഷൻ, ഈ വേദിയിൽ സന്നിഹിതരായ ഇവിടെ സ്വാഗതം പറഞ്ഞ സംഘാടക സമിതിയുടെ കൺവീനർ CITU ജില്ലാ നേതാവ് കൂടിയായ സഖാവ് അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, വേദിയിലെ CPI-യുടെ ഊരകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് വിനോദ്, CPIM-ന്റെ ഊരകം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഷാജഹാൻ, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരരായ നേതാക്കളെ, ഈ വർത്തമാനം കേൾക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഷാജനാണ്. ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ 4-5 ജാഥകൾ ഒരേ ദിവസം തന്നെ നടക്കുകയാണ്. പാറളം ജാഥ ചേലത്ത് വെച്ച്
ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവണിശ്ശേരിയിലെ ജാഥ ആനക്കല്ലിൽ വെച്ച് ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവണിശ്ശേരി പഞ്ചായത്ത് ജാഥ സഖാവ് പി കെ ഷാജൻ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ജാഥ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം സഖാവ് ഇവിടെ എത്തിച്ചേരും. ഈ ജാഥയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സൂചിപ്പിച്ചതാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം കൈയാളും. അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക്, പ്രാദേശികമായ സർക്കാർ എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യ സ്ഥാപനങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 20 ലോകസഭാംഗങ്ങളുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന രാജ്യസഭാംഗങ്ങളുണ്ട്. 140 MLA-മാരുണ്ട്. 1000-ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. 10,000-ലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അതിലേറെയുണ്ട്. ഇത്ര വിപുലമായ ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അത് ഈ നാട്ടിലെ ജനതയുടെ ജനക്ഷേമത്തിന് വേണ്ടിയാണ്. അത് ജനസേവനത്തിന് വേണ്ടിയാണ്. അതിൽ ഏറ്റവും നിർണായകമായ ജനാധിപത്യ സ്ഥാപനം ഗ്രാമപഞ്ചായത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥാപനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തിനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അടുത്തിടപഴകുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. 15 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഈ നാടിന്റെ മുൻപിൽ ഏത് വികസനമാണ് നടത്തിയിട്ടുള്ളത്, എന്ത് ജനക്ഷേമമാണ് ചെയ്തിട്ടുള്ളത്, ഏത് തരത്തിലാണ് ജനസേവന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, ആത്മാർത്ഥമായി സത്യസന്ധമായി വിലയിരുത്തിയാൽ, സൂക്ഷ്മമായി പരിശോധിച്ചാൽ അമ്പേ പരാജയപ്പെട്ട ഭരണകൂടങ്ങളാണ് ഈ ചേർപ്പിന്റെ മുൻപിൽ ഭരണം നടത്തിയിട്ടുള്ളത്. ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു, നമുക്ക് ഏതൊരു പഞ്ചായത്തിലും ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഒരു കമ്മ്യൂണിറ്റി ഹാൾ. എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥാപിക്കുന്നത്? കമ്മ്യൂണിറ്റി ഹാൾ സ്ഥാപിക്കുന്നത് ഈ നാട്ടിലെ, ഈ പ്രദേശത്തെ, ഈ പഞ്ചായത്തിലെ പൊതുപരിപാടികളും സ്വകാര്യ പരിപാടികളും ഒക്കെ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് സംഘടിപ്പിക്കാം. അത് പൊതുപരിപാടികളാവട്ടെ, സ്വകാര്യ പരിപാടികളാവട്ടെ, വ്യക്തിപരമായ പരിപാടികളാവട്ടെ, സർക്കാർ പരിപാടികളാവട്ടെ, അതെല്ലാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളുണ്ട്. എന്നാൽ ചേർപ്പ് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ മാത്രം പണിതീരാത്ത വീട് പോലെ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ എത്ര തവണ ചെലവഴിച്ചാലും അതിന്റെ പണി തീരുന്നേയില്ല. അത് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണമെന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും കൃത്യതയോടെ ബോധ്യപ്പെടുന്നു. അത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണ്. സ്വകാര്യ മുതലാളിമാർ പണി കഴിപ്പിച്ച ചില സ്ഥാപനങ്ങളുണ്ട് ചേർത്ത്.
സ്വകാര്യ മുതലാളിമാർ പണികഴിപ്പിച്ച ചില കല്യാണ മണ്ഡപങ്ങൾ, ഹാളുകൾ, അതെല്ലാം ചേർപ്പങ്ങാടിയിലും. ആ ചേർപ്പങ്ങാടിയിലെ സ്വകാര്യ ഹാളുകളിൽ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്തെങ്കിൽ മാത്രമാണ് അതിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ, അത് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ 10,000-കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നിർബന്ധിതരാകും. ആ ഇടപാടിൽ തങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്താണ് അത് ലഭ്യമാകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അവരുടെ നേതാക്കൾക്കും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച അവരുടെ ജനപ്രതിനിധികൾക്കും നല്ലപോലെ അറിയാം. അതുകൊണ്ട് ചേർപ്പിലെ കമ്മ്യൂണിറ്റികൾ പണിതീരാത്ത വീടായി തന്നെ എന്നും അതുപോലെ തന്നെ നിലനിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചേർപ്പ് ചന്തയെക്കുറിച്ച് സൂചിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരവധി പഞ്ചായത്തുകളിൽ പലതും മുനിസിപ്പാലിറ്റികളായി, എത്രയോ സൗകര്യങ്ങളായി. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണ് നാട്ടിക പഞ്ചായത്ത്. നാട്ടിക പഞ്ചായത്തിന്റെ വികസനം ഈ 10-15 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ കുറുക്കഞ്ചേരി പഴയ പഞ്ചായത്ത് ഇപ്പോൾ കോർപ്പറേഷനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. ആ കുറുക്കഞ്ചേരി പഞ്ചായത്തിന്റെ വികസനം, ആ പ്രദേശത്തിന്റെ വികസനം നമുക്ക് നല്ലപോലെ അറിയാം. നമുക്കറിയാം, നമ്മുടെ തൊട്ടപ്പുറത്താണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ഈ പുറത്തിശ്ശേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. ഞാൻ ഈ പ്രദേശങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു. ഈ ചേർപ്പിന് അതുപോലെ ഒരു സാധ്യത നിലനിന്നിരുന്ന നാടാണ്. എത്ര ഏക്കർ ഭൂമിയാണ് നമ്മുടെ ചന്തയ്ക്കകത്തുള്ളത്? ഇപ്പോഴും 5-10 കോഴിക്കൂടുകൾ മാത്രമായി നമ്മുടെ ചന്ത അവശേഷിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ ഇരുന്ന് നമ്മുടെ സഖാക്കളോട് ചോദിച്ചു, എന്തേ ചന്തയ്ക്ക് പറ്റിയത്? അപ്പൊ നമ്മുടെ സഖാക്കൾ പറഞ്ഞു, അത് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമാണ്. നമ്മൾ നല്ല തറവാടുകളൊക്കെ പൊളിക്കാതെ നിലനിർത്തും. അതൊരു നൊസ്റ്റാൾജിയയാണ്. എന്തിനാണ് തറവാട് പൊളിക്കാതെ നിലനിർത്തുന്നത്? അതൊരു ഭംഗിയാണ്. അച്ചാച്ചന്റെയും മുത്തച്ഛന്റെയും ഒക്കെ ഒരു സ്മരണയായി ചില വീടുകൾ, തറവാട് വീടുകൾ ഇങ്ങനെ നിലനിർത്തും. അങ്ങനെ സ്മരണയായി നിലനിർത്തുന്ന ഒരു പ്രദേശമായി നമ്മുടെ ചന്ത മാറിയിരിക്കുന്നു. എന്തേ നമ്മുടെ ചന്തയെ ഒന്ന് വിപുലപ്പെടുത്താൻ സാധ്യമാകാതെ പോകുന്നത്? ഈ ചേർപ്പിൽ വരുന്ന വാഹനങ്ങളെല്ലാം, സ്വകാര്യ ബസ്സുകളെല്ലാം ആ ചന്തയിലേക്ക് കയറി അവിടെ പാർക്ക് ചെയ്ത് തിരിച്ച് അവിടെ നിന്ന് ആളുകളെ കയറ്റി തിരിച്ചു പോകാവുന്ന വിധത്തിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ. മുൻ MLA സഖാവ് ഗീതാ ഗോപി ഈ മണ്ഡലത്തിന്റെ MLA ആയിരുന്ന സമയത്ത് അത് സർക്കാരിന്റെ മുൻപിൽ അവതരിപ്പിച്ചു. അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുമുള്ള ഫണ്ട് പാസാക്കി. എന്നാൽ കോൺഗ്രസ് അതിന് സമ്മതമല്ല. കാരണം കോൺഗ്രസിനറിയാം, ഇവിടെ വികസനം സാധ്യമായാൽ ഈ കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ ചേർപ്പിന്റെ മണ്ണിൽ വികസനം സാധ്യമായാൽ ഇപ്പോ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ചില തുരുത്തുകളിൽ നിന്ന് കോൺഗ്രസിന്റെ അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചേർപ്പ് ചന്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്മാരകമായി, ഒരു നൊസ്റ്റാൾജിയ കേന്ദ്രമായി ഇപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇവിടെ റോഡുകളെ കുറിച്ചും തോടുകളെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ വികസനം ചർച്ച ചെയ്യപ്പെടണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നു. വികസനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം. വികസനം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 20-ാം തീയതി വരെ കേരളം ഓണം ആഘോഷിക്കപ്പെടുന്ന വേളയിലും കേരളം
ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ നേരിടുന്ന സമയത്തും ഇടതുപക്ഷം തീരുമാനിച്ചത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി ജനങ്ങളെ വികസനം ചർച്ച ചെയ്യപ്പെടുന്ന ജാഥകൾ സംഘടിപ്പിക്കണം. ചേർപ്പിന്റെ വികസനം ചർച്ച ചെയ്യാനാണ് ഈ ജാഥ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ജാഥ നാളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചേർപ്പിന്റെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ഗ്രാമപ്രദേശത്തും കാൽനടയായി സഞ്ചരിച്ച് ചേർപ്പിന്റെ വികസനം ചർച്ച ചെയ്യും. ചേർപ്പിന്റെ വികസനം ചർച്ച ചെയ്യണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. കാരണം ചേർപ്പിൽ നടന്ന വികസനങ്ങളിൽ ഇടതുപക്ഷത്തിന് കൃത്യതയോടുകൂടിയ, വ്യക്തതയോടുകൂടിയ പങ്കുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ ജനങ്ങളോട് അവതരിപ്പിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഇടതുപക്ഷത്തിനുണ്ട്. ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു, ഈ പഞ്ചായത്തിനകത്ത് നടന്ന വികസനം, ആ നടന്ന വികസനങ്ങളിൽ നാട്ടിക നിയോജക മണ്ഡലം MLA-യുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി ജനങ്ങളോട് പറയേണ്ടതുണ്ട് ഇടതുപക്ഷത്തിന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾ ഈ പഞ്ചായത്തിൽ ഒന്നും നടത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. നിരവധിയായ പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വെള്ളക്കെട്ട്. മഴക്കാലമായാൽ മഴ പെയ്തു തുടങ്ങിയാൽ ക്യാമ്പുകളിലേക്ക് താമസം മാറ്റേണ്ടി വരും. ഈ ഗ്രാമപഞ്ചായത്തിന് ആവശ്യത്തിലധികം അധികാരം നൽകി, ആവശ്യത്തിലധികം ഫണ്ട് നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിങ്ങൾ ഗ്രാമപഞ്ചായത്ത്, നിങ്ങൾ ആ ചുമതല ഏറ്റെടുക്കണം. നിങ്ങളുടെ പ്രദേശത്തെ ജനത ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പണം ചെലവ് ചെയ്തുകൊള്ളുക. അതിനാവശ്യമായ പണം തരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം, ദീർഘദർശനത്തോടുകൂടിയ ഒരു പദ്ധതി ഉണ്ടാകണം. നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ, അവന്റെ ജീവിതം എന്താണ് എന്ന് അറിയുന്നവരായിരിക്കണം അധികാരികൾ. ഏറ്റവും പട്ടിണി പാവങ്ങളുടെ മുഖമായിരിക്കണം ഒരു ജനപ്രതിനിധിയുടെ വികസനം എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ഒരു ജനപ്രതിനിധിയുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ആ പട്ടിണി പാവങ്ങളുടെ മുഖമായിരുന്നു അവരുടെ മനസ്സിലെങ്കിൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ, ആ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ, ഈ മഴക്കാലത്ത് രൂക്ഷമാകുന്ന ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ ഭരണകൂടത്തിന് സാധ്യമാകുമായിരുന്നു. എന്നാൽ അത് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അജണ്ടയ്ക്കകത്ത് പോലും വരുന്നില്ല എന്നത് ധിക്കാരപരമായ സമീപനമാണ്. എല്ലാ കാലത്തും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തുടരാമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാകുന്ന ജനങ്ങളാണ് ചേർപ്പിലുള്ളത് എന്ന് ബോധ്യമുണ്ടാകണം കോൺഗ്രസിന്. ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും, ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വികസനം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷം ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നാട്ടിലെ ജനതയോടുകൂടി പറയാൻ കൂടി വേണ്ടിയാണ്. നമുക്ക് നല്ലപോലെ അറിയാം, ഇന്ത്യ ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള നാടാണ്. എന്തിനു വേണ്ടിയാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഘട്ടത്തിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനം നിലവിൽ വരണമെന്ന് ആഗ്രഹിച്ചത്? രാജ്യത്ത് വിവിധങ്ങളായ സംസ്ഥാനങ്ങളുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ, വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ രൂപമെടുത്തു. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം, ആ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം വിവിധങ്ങളായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഭരണകൂടം ഉണ്ടാകണം. ആ സംസ്ഥാന ഭരണകൂടങ്ങളെല്ലാം ചേർത്ത് നിർത്തി ഒരു യൂണിയൻ ഭരണകൂടം ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റിനെ വിളിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് എന്നാണ്. ആ യൂണിയൻ ഗവൺമെന്റും
സംസ്ഥാന ഗവൺമെന്റുകളും ചേർന്നതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഭരണ സംവിധാനം. ഇന്ത്യയുടെ ഫെഡറൽ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആ ഫെഡറൽ ഭരണ സംവിധാനത്തെ തച്ചു തകർത്ത കേന്ദ്ര സർക്കാരാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഞെക്കിക്കൊല്ലാൻ, ഇല്ലാതാക്കാൻ കേന്ദ്ര ഭരണകൂടം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത്, അധികാരപ്പെട്ടത് പോലും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കേരളത്തിന് ലഭ്യമാകേണ്ടതായ ഫണ്ടുകളെല്ലാം തടഞ്ഞു വെക്കുന്നു. കേരളം നാട്ടിലെ ജനതയോടൊപ്പമാണ്. കേരളത്തിലെ ഗവൺമെന്റ് സാധാരണക്കാരന്റെ ഒപ്പമാണ്. കേരളത്തിലെ ഗവൺമെന്റ് കർഷകന്റെ ഒപ്പമാണ്. കേരളത്തിലെ ഗവൺമെന്റ് പട്ടിണി പാവങ്ങളുടെ ഒപ്പമാണ്. കേരളത്തിലെ ഗവൺമെന്റ് തൊഴിലാളികളുടെ ഒപ്പമാണ്. കേരളത്തിലെ ഗവൺമെന്റ് സാധാരണക്കാരന്റെ ഒപ്പമാണ്. സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കുന്ന, കർഷകന്റെ ഒപ്പം നിൽക്കുന്ന, തൊഴിലാളിയുടെ ഒപ്പം നിൽക്കുന്ന സാധാരണക്കാരന്റെ ഗവൺമെന്റിനെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിശ്രമം. കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടി ഈ സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതമെല്ലാം തടഞ്ഞു വെക്കുക. ഇനി പോട്ടെ, വിഹിതം തടഞ്ഞു വെച്ച ഒരു ഗവൺമെന്റ് വിഹിതം നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ കേരളം ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ, ഏറ്റവും വലിയ പ്രയാസങ്ങളെ നേരിട്ടപ്പോൾ, ഏറ്റവും വലിയ ദുരന്തങ്ങളെ നേരിട്ടപ്പോൾ, ഈ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ, ഈ കേരളം നിശബ്ദമാക്കപ്പെട്ടപ്പോൾ, ഈ കേരളത്തെ സംരക്ഷിക്കാൻ, ഈ കേരളത്തിന് ഒരു 10 രൂപ നൽകാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുക, ജനക്ഷേമത്തെ ഇല്ലാതാക്കുക, ജനസേവനത്തെ ഇല്ലാതാക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം. കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഒരു വർഷം മുമ്പാണ് ഈ മഴക്കാലത്ത്, ഇതുപോലെ ഒരു മഴക്കാലത്ത് ഒരു വർഷം മുമ്പാണ് വയനാടിൽ ആയിരക്കണക്കിന് മനുഷ്യർ മലവെള്ളപ്പാച്ചിലിൽ ആയിരക്കണക്കിന് മനുഷ്യർ കുന്നിടിഞ്ഞു വീണ്, മലയിടിഞ്ഞു വീണ് നിരാലംബരായത്. ഒരു ചില്ലിക്കാശ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന് 10 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ഈ 10 വർഷത്തിനിടയിൽ നടന്ന നിരവധിയായ പ്രയാസകരമായ അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യം ഉണ്ടായത് ഓഖിയായിരുന്നു. കടൽ തീരത്ത് താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങൾ കടലിന്റെ തിരമാലകൾ ഏറ്റെടുത്തു. നിരാലംബരായവർ, മക്കളെ ചേർത്ത് പിടിച്ച് തെരുവിലേക്ക് അലയേണ്ടി വന്നവർ, അവരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടായി. 2019 ഡിസംബർ മാസത്തിൽ ആരംഭിച്ചു. 2019 ഡിസംബർ മാസത്തിൽ ആരംഭിക്കുകയും 2020 ലോകമാകെ പടർന്നു വന്നിരിച്ച കോവിഡ്, ആ കോവിഡ് കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും, ലോകത്തിന്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലും കോവിഡ് പടർന്നു പന്തലിച്ചു. അങ്ങനെ കോവിഡ് പടർന്നു പന്തലിച്ചപ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരാൾ പോലും പട്ടിണി കിടക്കില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കില്ലെന്ന് മാത്രമല്ല, ജന്തു ജീവജാലങ്ങളും സസ്യലതാദികളും ഈ കേരളത്തിൽ സംരക്ഷിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. അമ്പലങ്ങളിലെ നിവേദ്യം കൊണ്ട് കഴിഞ്ഞിരുന്ന കുരങ്ങന്മാർ, അവർ പട്ടിണി കിടന്നപ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. പൂരപ്പറമ്പുകളിൽ നിന്ന് തലയാട്ടി ആവശ്യത്തിലധികം പനപ്പെട്ട കഴിച്ചിരുന്ന നമ്മുടെ ആനകൾ, ആ ആനകളെ പട്ടിണിക്കിടലെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക്, ജന്തുജീവജാലങ്ങളെയും സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. 2018 പ്രളയത്തിന് ശേഷം 2019 പെരുമഴ സൃഷ്ടിക്കും. 2018 പ്രളയമുണ്ടായപ്പോൾ നിരവധിയായ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. എൻ്റെ നാട് ഈ തൊട്ടടുത്ത് പുള്ളൂർ എന്ന ഗ്രാമത്തിലാണ്. പുള്ളൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ നാട്ടിൽ
362 വീടുകളാണ് ആകെയുള്ളത്. 362 വീട്ടിൽ ഏതാണ്ട് 280 വീടുകളും വെള്ളത്തിനടിയിൽപ്പെട്ടു. 2018 ആഗസ്റ്റ് മാസം 16-ാം തീയതി അർദ്ധലക്ഷ പെയ്ത മഴയിൽ 82 വീടുകൾ മാത്രമാണ് വെള്ളത്തിൽ അകപ്പെടാതിരുന്നത്. 280 വീടുകൾ വെള്ളത്തിനകപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യർ നിരാലംബരായി. 4 ക്ലാസ് മുറികൾ മാത്രമുള്ള ഒരു LP സ്കൂൾ മാത്രമാണ് എൻ്റെ ഗ്രാമത്തിലുള്ളത്. ആ LP സ്കൂളിൽ 4 ക്ലാസ് മുറികളുള്ള ആ LP സ്കൂളിൽ എങ്ങനെയാണ് 1000-ഓളം വരുന്ന എൻ്റെ നാട്ടിലെ മനുഷ്യരെ താമസിപ്പിക്കുന്നത്? സാധ്യമായിരുന്നില്ല. എന്നാൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിലാണ് ആഗസ്റ്റ് മാസം 18-ാം തീയതി രാവിലെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം എത്തിച്ചതെന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. സേനയുടെ ബോട്ടിൽ ഞങ്ങളെ നൂറുകണക്കിന് ആളുകളെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക്, കോടന്നൂരിലേക്ക്, അവിടെ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അവിടെയും തീരുന്നില്ല. 36 ദിവസത്തെ ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞ് വെള്ളം ഒഴുകിപ്പോയതിനു ശേഷം 68 വീടുകൾ പൂർണ്ണമായി നശിച്ചുപോയി. 68 വീടുകൾ കുടിൽ വീടുകളായിരുന്നു. ഓലമേഞ്ഞതും ഓല കൊണ്ട് തന്നെ ചുമരുള്ള വീടുകളായിരുന്നു. മണ്ണ് കുഴച്ചു വെച്ച ചുമരുള്ള ഓലമേഞ്ഞ വീടുകളുണ്ടായിരുന്നു. അതെല്ലാം ആ പ്രളയത്തിൽ ഒലിച്ചുപോയി. ആ 68 വീടുകൾക്കും താൽക്കാലികമായി ആദ്യ ദിവസം തന്നെ 15 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ആ 68 വീടുകൾക്കും താൽക്കാലികമായി താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കി. ആ 68 വീടുകൾക്കും 650 സ്ക്വയർ ഫീറ്റുള്ള നല്ല ഒന്നാം തരം ടെറസ് കെട്ടിടങ്ങൾ 3 മാസം പിന്നിടുന്നതിന് മുൻപേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി. പ്രിയപ്പെട്ടവരെ, 362 വീടുള്ള എന്റെ ഗ്രാമത്തിൽ, ഉള്ള ഗ്രാമത്തിൽ ഒരൊറ്റ കുടില് പോലും ഇപ്പോഴില്ല. ഒരൊറ്റ മഞ്ചുമര വെച്ച വീട് പോലും ഇപ്പോഴില്ല. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ്, സാധാരണക്കാരന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഒരു ഗവൺമെന്റ്, പട്ടിണി പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരിതമുണ്ടാകുമ്പോൾ കൈപിടിച്ച് കരകയറ്റും എന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലുണ്ട്. ആ കേരളത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഈ കേരളം സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സുരക്ഷിതമായ കേരളത്തെ അരക്ഷിതമാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന് നൽകുന്ന എല്ലാ വിഹിതവും എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് വർത്തമാനകാലം രാജ്യം ഏറെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുന്ന കാലമാണ്. പറയാതെ പോകാൻ കഴിയില്ല. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ, രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ, രാജ്യത്തിന്റെ തുല്യതയെ, രാജ്യത്തിന്റെ ഭരണഘടനയെ അപകടപ്പെടുത്തുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്ര ഭരണകൂടം. ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർന്നടിഞ്ഞ് പോകുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ ഈ കഴിഞ്ഞ മാസം 2 കന്യാസ്ത്രീകളെ ആക്രമിച്ച് 9 ദിവസക്കാലം തുറങ്കിലടച്ചത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനേറ്റ കളങ്കമായിരുന്നു. മതാധിഷ്ഠിത രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ്. ശിരോവസ്ത്രം ധരിച്ച് തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ഒരു വസ്ത്രം ധരിച്ച് ഈ രാജ്യത്ത് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു ഒരു ഭരണകൂടം എന്നതിന്റെ തെളിവാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. ലിഖിതമായ എഴുതിവെച്ച ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ
ഇന്ത്യക്ക് അന്ന് നിലനിന്നിരുന്നത് ഭരണഘടനാ അസംബ്ലിയായിരുന്നു. 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ഇന്ത്യ രാജ്യത്ത് ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത്. 399 അംഗങ്ങളെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പിലൂടെ അന്ന് വോട്ടവകാശമുള്ള ഭൂനികുതി അടച്ചവർക്ക് മാത്രം വോട്ടവകാശമുള്ള കാലത്ത് ആ വോട്ടവകാശം നികുതി അടച്ച റെസീറ്റ് ഉള്ളവന് മാത്രം വോട്ടവകാശമുള്ള കാലത്ത് അത്തരം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയാണ് 399 പേർ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തത്. ആ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിന് നെടുനായകത്വം വഹിച്ചവരുണ്ടായിരുന്നു. ദേശാഭിമാനികൾ ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമര സേനാനികളും ദേശാഭിമാനികളും 3 വർഷക്കാലം ഒത്തുചേർന്നാണ് 13 തവണ ആ സഭ സമ്മേളിച്ചാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത്. 62 രാജ്യങ്ങളിലെ ഭരണഘടനകൾ പരിശോധിച്ചു. 62 രാജ്യങ്ങളിലെ റിപ്പബ്ലിക് രാജ്യങ്ങളായ പരമാധികാരമുള്ള രാജ്യങ്ങളിലെ ഭരണഘടനകൾ പരിശോധിച്ചു. 18 രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചു. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കപ്പെടുന്നത്. ആ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ RSSന്റെ വർഗീയതയുടെ ചില പ്രതിനിധികൾ ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അവർ ഈ നാടിനെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി അന്നേ പരിശ്രമിച്ചതാണ്. RSS രൂപമെടുക്കുന്നത് തന്നെ രാജ്യം ഒരു മതരാഷ്ട്രമാകുന്നതിന് വേണ്ടിയാണ്. രാജ്യം മതരാഷ്ട്രമാകുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന മതാധിഷ്ഠിത ഭരണഘടനയാകണം എന്നവർ വാദിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം അങ്ങനെ പാടില്ല എന്ന് RSS പ്രഖ്യാപിച്ചു. RSSന്റെ പ്രതിനിധികൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അകത്തളങ്ങളിൽ ചെന്നിരുന്ന് ഇത് ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞ് ആരംഭിക്കണമെന്ന് പറഞ്ഞു. ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ആ സഭയ്ക്കകത്ത് വോട്ടെടുപ്പിലൂടെ ദൈവത്തിന്റെ നാടല്ല വേണ്ടത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞ് വോട്ടെടുപ്പിൽ വിജയിച്ചാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആ ആമുഖത്തിലെ ആദ്യ വാചകം തന്നെ ആരംഭിക്കുന്നത്. വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കിയ, നമുക്ക് തന്നെ സമർപ്പിച്ച ആ ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നത്. ആ ഭരണഘടനയുടെ അവസാന ദിവസം, ആ ഭരണഘടന അസംബ്ലിയുടെ അവസാന ദിവസം 1949 നവംബർ മാസം 26-ാം തീയതി. നമ്മളെല്ലാം റിപ്പബ്ലിക് ആകുന്നത് 50 ജനുവരി 26-നാണ്. എന്നാൽ ആ സഭയുടെ അവസാന സമ്മേളനം നടക്കുന്നത് 1949 നവംബർ 26-നാണ്. നവംബർ 26-ന് ആ സഭാ സമ്മേളനത്തിൽ അവസാനമായി പ്രസംഗം നടത്തിയത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കർ ആ സഭാ സമ്മേളനത്തിൽ അവസാന ദിവസം ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: നാം നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നാം തന്നെ സമർപ്പിക്കുന്ന ഈ ഭരണഘടന ലോകത്തെ എല്ലാ ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിരിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ എന്ന വാക്ക് വളരെ വളരെ പ്രധാനമാണ്. വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുള്ളതാണ്. എന്നാൽ ഈ ഭരണഘടന അനുസരിക്കാതെ ഭരണം നടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂടങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഈ ഭരണഘടനയ്ക്ക് കടലാസിന്റെ പോലും വിലയുണ്ടാകില്ല എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പ്രഖ്യാപിച്ചത്. പ്രിയമുള്ളവരെ, ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുന്നതിലേക്ക്, ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിലേക്ക് ഇതാ ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഭരണകൂടം ഇന്ത്യയുടെ ഭരണഘടനയെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നു. തുല്യത എന്നത് ഈ ഭരണകൂടത്തിന്റെ മുൻപിൽ ഒരു പ്രധാനപ്പെട്ട അജണ്ട പോലുമാകുന്നില്ല. തുല്യതയില്ലാത്ത നാടായി നമ്മുടെ നാട് മാറും. മതേതരത്വം എന്നത്
എപ്പോൾ വേണമെങ്കിലും കശാപ്പ് ചെയ്യപ്പെടുന്ന നാടായി നമ്മുടെ നാട് മാറുന്നു. 1.5 വർഷക്കാലമായി മണിപ്പൂർ അക്രമം തുടരുകയാണ്. എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ മത വിഭാഗങ്ങൾ തമ്മിൽ, ജാതി വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും? ഏതെങ്കിലും ഒരു പക്ഷത്ത് ഭരണകൂടം നിലയുറപ്പിക്കുന്നു. ഭരണകൂടം ഒരു പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടന തെരുവിൽ നഗ്നരാക്കപ്പെടുന്നത് എന്ന കാര്യം നാം ഓർക്കണം. മണിപ്പൂരിലെ 2 യുവതികൾ മണിപ്പൂരിന്റെ തെരുവിലൂടെ പൂർണ്ണനഗ്നരായി മണിപ്പൂരിലെ 2 യുവതികളെ മണിപ്പൂരിന്റെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയത് നാം കണ്ടതാണ്. മണിപ്പൂരിലെ 2 യുവതികൾ പൂർണ്ണനഗ്നരായി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെടുമ്പോൾ നമ്മുടെ ഭരണഘടനയാണ് അവിടെ വലിച്ചിഴക്കപ്പെടുന്നത് എന്നോർക്കുക. 9 ദിവസക്കാലം 2 കന്യാസ്ത്രീകൾ കയ്യാമം വെച്ച് തുറങ്കിലടക്കപ്പെടുമ്പോൾ നമ്മുടെ ഭരണഘടനയാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കുക. ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, ഈ രാജ്യത്ത് മതേതരത്വം കുഴിച്ചുകൂടുന്ന, ഈ രാജ്യത്ത് ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്ത് സംസ്ഥാനങ്ങൾ അപകടകരമായ വിധത്തിലേക്ക് ദുരിതം അനുഭവിക്കുമ്പോൾ അവിടെയും വേർതിരിവ് കാണിക്കുന്നു, അവിടെയും വേർതിരിവുണ്ടാകുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ കോടിക്കണക്കിന് രൂപ അവർക്ക് സഹായധനമായി എത്തിക്കുന്നു. എന്നാൽ കേരളത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ, കേരളത്തിൽ ദുരിതമുണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ സുഹൃത്തുക്കളായ, നമ്മുടെ സഹോദരങ്ങൾ പണിയെടുക്കുന്ന വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കാൻ പോകാനുള്ള അനുവാദം പോലും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല. എവിടെയാണ് തുല്യത? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ തുല്യതയെ ഇവിടെ കുഴിച്ചുകൂടപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന വിരോധത്തെ കുറിച്ചുകൂടി, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം സമീപനങ്ങളെ കൂടി ഈ ജാഥയ്ക്കകത്ത്, ഈ പ്രക്ഷോഭത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ എത്രയോ വേദികളിൽ നാം ചൂണ്ടിക്കാണിച്ചതാണ്. എന്തായിരുന്നു കേരളം? എങ്ങനെയായിരുന്നു കേരളം? നമുക്ക് നല്ലപോലെ അറിയാം. ഈ കേരളം നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഈ കേരളം ഒരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് കേരളം നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്നു. കൊച്ചി രാജ്യവും തിരുവിതാംകൂറും മലബാറും, ഇങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന കേരളത്തിൽ ഈ കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇടതുപക്ഷക്കാരല്ല. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവിന്റെ മുൻപിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞത്, വിവേകാനന്ദനോട് പറഞ്ഞത്, നീ ഈ രാജ്യത്താകമാനം സഞ്ചരിക്കുക, ഈ രാജ്യത്തെ ജനതയുടെ ജീവിതം എന്താണെന്ന് അറിയുക, അതിനുശേഷം നീ ഗുരുവിന്റെ ഈ ആശ്രമത്തിലേക്ക് എത്തുക. അതിന്റെ ഭാഗമായി ഈ കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ സന്ദർശനം നടത്തുകയുണ്ടായി. ആ സന്ദർശനം നടത്തിയതിന്റെ ഭാഗമായാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. എങ്ങനെയാണ് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്? കേരളത്തിൽ തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു, തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്നു, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു, അമ്പലത്തിൽ പോയി തൊട്ടുതൊടാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നു. പേരക്കുട്ടിയെ മടിയിലിരുത്തി മുത്തച്ഛന് ഇഷ്ടമുള്ള പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നു കേരളം. മുട്ടിന് താഴെ മുണ്ടെടുത്തുകൂടാ, ഉപ്പായം ധരിച്ചുകൂടാ, തലേക്കെട്ട് കെട്ടിക്കൂടാ, ആഭരണം ധരിച്ചുകൂടാ. അച്ഛൻ മരിച്ചാൽ ശവശരീരം മറവ് ചെയ്യാൻ 6 അടി ഭൂമിയില്ലാതെ ആറ്റിലേക്ക്, കുളത്തിലേക്ക്, കടലിലേക്ക് കരിങ്കല്ല് കെട്ടി ശവശരീരം വലിച്ചെറിഞ്ഞുകൊള്ളാൻ ആജ്ഞ പുറപ്പെടുവിച്ചിരുന്ന തമ്പുരാക്കന്മാരുള്ള നാടായിരുന്നു കേരളം. കെട്ടിയ പെണ്ണിനെ ആദ്യ ദിവസം തമ്പുരാന്റെ അറപ്പുരക്കകത്ത് കൊണ്ടുപോയി കാഴ്ചവെക്കണം. ഭർത്താവ്
പുറത്ത് കാവലിരിക്കണം എന്ന അറപ്പുളവാക്കുന്ന അലിഖിത നിയമങ്ങൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം. പള്ളിക്കൂടത്തിലേക്ക് പ്രവേശനമില്ല. അക്ഷരം പഠിക്കാൻ പുലയന്, പാണന്, പറയന്, വെട്ടുവന്, ഈഴവന്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അക്ഷരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നു കേരളം. ഒരു കുളത്തിൽ ഒരുമിച്ച് കുളിക്കാൻ അവകാശമില്ലാത്ത നാടായിരുന്നു കേരളം. ഒരു പന്തിയിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാൻ അവകാശമില്ലാത്ത നാടായിരുന്നു കേരളം. ആ കേരളത്തിലാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ആ കേരളത്തെ മാറ്റിമറിച്ചത് നവോത്ഥാന മുന്നേറ്റങ്ങളാണ്. ഒരു സംശയം വേണ്ട ഞങ്ങൾ ആർക്കും. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പങ്ക് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഉജ്ജ്വലങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിന്റെ മുൻപിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾക്ക് തുടർച്ചയുണ്ടായത്, ആ മാറ്റങ്ങൾക്ക് പിന്തുടർച്ചക്കാരുണ്ടായത് ചെങ്കോടി പ്രസ്ഥാനം തന്നെയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആ മാറ്റങ്ങളെ കാത്തു സൂക്ഷിച്ചവരാണ് ഞങ്ങൾ. ആ മാറ്റങ്ങളെ നവകേരള സൃഷ്ടിയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മാറ്റങ്ങൾ അവിടം കൊണ്ട് നിർത്തിയില്ല. ആ മാറ്റങ്ങൾ പിന്നീട് തുടർന്നത് ഈ ചെങ്കോടി പ്രസ്ഥാനമാണ്. അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ഈ ചെങ്കോടി പ്രസ്ഥാനം ഈ കേരളത്തിൽ നടത്തിയ ഐതിഹാസികങ്ങളായ പോരാട്ടങ്ങളിലൂടെയാണ്. പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും മാത്രമല്ല, ഈ കേരളത്തിൽ ഈ പ്രസ്ഥാനം ആധികാരത്തിൽ ഇരുന്നപ്പോഴൊക്കെ സാധാരണക്കാരന് വേണ്ടി, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, കർഷകന് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി ഉജ്ജ്വലമായ വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ കൂടി ചെയ്ത ഗവൺമെന്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ. നമുക്ക് ഒരുപാട് സവിസ്തരമായി അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ കേരളത്തിന്റെ അന്നത്തെ അവസ്ഥ, നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഈ കേരളത്തിന്റെ അവസ്ഥ കണ്ട് ചങ്ങമ്പുഴ എഴുതി വച്ച വരികൾ നമുക്ക് മറക്കാൻ കഴിയില്ല. വാഴക്കുല എന്ന തന്റെ മഹത്തായ കവിതയിൽ, തന്റെ രചനയിൽ ചങ്ങമ്പുഴ എഴുതി വെച്ചു: മലയ പുലയനാം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാൾ ഒരു വാഴ നട്ടു. മലയ പുലയൻ മഴ വന്ന നാളിൽ തന്റെ മാടത്തിന്റെ മുറ്റത്ത്, തന്റെ കുടിലിന്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു. വനതാരിൽ ആശകൾ പോലതിലോരോരോ മരതക കൂമ്പ് പൊടിച്ചു വന്നു. ആ പുലയന്റെ മനസ്സിലെ ആശകൾക്കനുസരിച്ച് മഴ വന്ന ദിവസം ആ വാഴയിൽ ഇങ്ങനെ കൂമ്പുകൾ പിടിച്ചു വരുന്ന ഒരു വരി എത്ര മനോഹരമായാണ് ചങ്ങമ്പുഴ എഴുതി വെച്ചത്. ആ വാഴക്കുല എന്ന കവിതയിൽ ആ പുലയന്റെ കുടിലിന്റെ മുറ്റത്ത് ആ വാഴ വളരുന്നതും അതിൽ കുലയുണ്ടാകുന്നതും ആ കുല പഴുക്കുന്നതും ആ പഴുത്ത കുല തമ്പുരാൻ, ജന്മിത്തമ്പുരാൻ വന്ന് വെട്ടിക്കൊണ്ടു പോകുന്നതും, തന്റെ കിടാത്തിയെ, പുലയന്റെ പെണ്ണിനെ മാറോട് ചേർത്ത് പിടിച്ച് പട്ടിണിക്കോലങ്ങളായ തന്റെ മക്കളെ കുടിലിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ആ പുലയൻ അതിന്റെ അവസാന വരിയിൽ എഴുതി വച്ച വാക്കുകളുണ്ട്. ആ പുലയൻ തന്റെ കിടാത്തിയോട് പറഞ്ഞ വരികളുണ്ട്: ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ പിന്മുറക്കാർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ പിന്മുറക്കാർ. ആ പ്രതികാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ചെയ്തത്. നവോത്ഥാന നായകർ നടത്തിയ ആ മുന്നേറ്റങ്ങളെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 1986 നവംബർ മാസം 1-ാം തീയതി ഐക്യ കേരളം രൂപീകരിച്ച് ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 1987 ഏപ്രിൽ മാസം 5-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ദിവസം ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചു: ഇനി കുടികിടപ്പ് ഒഴിപ്പിക്കലില്ല. കുടികിടപ്പ് ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കി ഈ കേരളത്തിന്റെ വേണ്ടി. കൃഷിക്കാരന് കൃഷിഭൂമി നൽകി ഈ കേരളത്തിന്റെ വേണ്ടി. ഊരടയ്ക്കാൻ ഭൂമി നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഊരയിൽ വെളിച്ചം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഊരയ്ക്കകത്ത് വെള്ളം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പള്ളിക്കൂടത്തിലേക്ക് പ്രവേശനം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.
വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കൃഷിഭവനുകൾ സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മാവേലി സ്റ്റോറുകൾ സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നപ്പോഴെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയ ഐതിഹാസികങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ആ പ്രവർത്തനങ്ങൾ ഇന്ന് കാണുന്ന കേരളത്തിലേക്ക്, കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയ ഭരണ നടപടികളാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഒന്നൊന്നായി സവിസ്തരമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പേരെഴുതാൻ വായിക്കാൻ കൂട്ടുകാരെ പോരൂ, നേരമൊട്ടും വൈകിയില്ല, കൂട്ടുകാരെ പോരൂ എന്ന് നമ്മളെല്ലാം പാടി നടന്നു. നേരമൊട്ടും വൈകിയില്ല, കൂട്ടുകാരെ പോരൂ എന്ന് പാടിയത് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്. സാക്ഷരതാ പ്രസ്ഥാനം ഈ കേരളത്തിൽ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. പേരെഴുതാം വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വൈകുന്നേരങ്ങളിൽ വിളിച്ചു ചേർത്ത് അവരുടെ പേരും അവരുടെ നാളും അവരുടെ വീട്ടുപേരും അവർക്ക് വായിക്കാനും ഒപ്പുവെക്കാനും ഒരാളുടെയും ഔദാര്യമില്ലാതെ സ്വന്തം മകന്റെ കത്ത് വായിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിൽ സാക്ഷരതാ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ്. ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം 100% സാക്ഷരതയിലേക്ക് എത്തിയത് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ്. സഖാവ് ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിന്റെ മുന്നിൽ അധികാരത്തിൽ ഇരുന്ന സമയത്താണ്. മാവേലി സ്റ്റോറുകൾ ഇപ്പൊ നമ്മളെ ചില ആളുകൾ കളിയാക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസിന്റെ മാവേലി സ്റ്റോറുകളിൽ എവിടെയാണ് സാധനങ്ങൾ? നിങ്ങളൊന്ന് എത്തി നോക്കുക, നിറഞ്ഞിരിക്കുകയാണ്. സബ്സിഡികളും സൗജന്യങ്ങളുമായി മാവേലി സ്റ്റോറിൽ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ വരി നിന്നാണ് ഈ ചെറുപ്പിലെ മാവേലി സ്റ്റോറുകളിൽ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത്. ആരാണ് സ്ഥാപിച്ചത്? സഖാവ് ഇ ചന്ദ്രശേഖരൻ നായർ കേരളത്തിന്റെ പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന്റെ റേഷൻ കടകൾ മാത്രം പോരാ, പൊതുവിതരണ സമ്പ്രദായം കുറച്ചുകൂടി മെച്ചപ്പെടണം. കേരളത്തിന്റെ റേഷൻ കടകളെക്കാൾ ഉപരിയായി പൊതുവിതരണ മേഖലയിൽ ഇടപെടണം. വിലക്കയറ്റം പിടിച്ചു നിർത്തണം. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും മാവേലി സ്റ്റോറുകൾ സ്ഥാപിക്കണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ മാവേലി സ്റ്റോറുകൾ സ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിന്റെ നിയമസഭ സമ്മേളിക്കുമ്പോൾ ആ സഭയ്ക്കകത്ത് ഗവൺമെന്റ് തീരുമാനം പ്രഖ്യാപിക്കും. ആ സഭയ്ക്കകത്ത് ഗവൺമെന്റിന്റെ തീരുമാനം ഈ ചന്ദ്രശേഖരൻ നായർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ആ സഭയിലെ പ്രതിപക്ഷ നേതാവ്, ആദരണീയനായ കോൺഗ്രസ് നേതാവ്, മഹാനായ ലീഡർ കെ കരുണാകരൻ ഈ തൃശ്ശൂരിലെ പൂരപ്പറമ്പിൽ ഈ തെക്കേ ഗോപുരനടയിൽ പന്തല് കെട്ടി വാമന സ്റ്റോർ ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ച് നമുക്കെതിരായി, മാവേലി സ്റ്റോറുകൾക്കെതിരായി വാമന സ്റ്റോർ നടത്തിയ നേതാവാണ് കെ കരുണാകരൻ, പാർട്ടിയാണ് കോൺഗ്രസ്. വാമന സ്റ്റോറുകൾ നാം നടത്തിയ ഒരു വികസന പ്രവർത്തനത്തെ, നമ്മുടെ ഒരു ജനക്ഷേമ പ്രവർത്തനത്തെ എതിരിടാൻ തീരുമാനിച്ചവരാണ് കോൺഗ്രസുകാർ, കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ. കർഷക തൊഴിലാളിക്ക് പെൻഷൻ നൽകിയത് ആരാണ്? കർഷക തൊഴിലാളിക്ക് പെൻഷൻ നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇപ്പോ 3200 രൂപ ഇന്നലെ മുതൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. 3200 രൂപ. ഞാൻ ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. ഞാൻ ഒരു വീട്ടിലെ 3 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത സംഖ്യ എത്രയാണ്? 3200 ഇൻറ്റു 3 എത്ര രൂപ കിട്ടി? കണക്കൊന്ന് പറയൂ. 9600 രൂപ. 9600 രൂപയാണ് ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. 9600 രൂപ കൊടുത്ത രാമകൃഷ്ണൻ, ഭാര്യയുണ്ട്, വിവാഹം കഴിക്കാത്ത സഹോദരിയുണ്ട്. ഇവർക്ക് 3 പേർക്കും 9600 രൂപ കൊണ്ടുപോയി കൊടുത്തു. രാമകൃഷ്ണൻ തളർന്നു കിടക്കുകയാണ്. തളർന്നു കിടക്കുന്ന രാമകൃഷ്ണന്റെ വീട്ടിൽ പോയി തള്ളവിരൽ മഷിയിൽ മുക്കി പുസ്തകത്തിൽ പതിച്ച് 9600 രൂപ
രാമകൃഷ്ണന്റെയും ഭാര്യയുടെയും സഹോദരിയുടെയും കയ്യിൽ കൊടുത്തു. ഇന്നലെ കൊടുത്തപ്പോൾ ആ രണ്ട് അമ്മമാരും ആ രണ്ട് സഹോദരിമാരും ഇന്നലെ ചേർത്ത് പിടിച്ച് കണ്ണുനീരൊഴുക്കി പറഞ്ഞത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുള്ള കാലത്തോളം പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഈ കേരളത്തിൽ സാധ്യമാകും എന്ന് പറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഈ നാട്ടിലെ ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകുന്ന സഹായമാണ്. ഈ കേരളത്തിൽ കർഷക തൊഴിലാളിക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചപ്പോൾ ആ കർഷക തൊഴിലാളിക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനം നടത്തിയത് സഖാവ് ഇ കെ നായനാറാണ്. ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ സഖാവ് ഇ കെ നായനാർ പറഞ്ഞു, കർഷക തൊഴിലാളിക്ക് ഇതാ പെൻഷൻ കൊടുക്കാൻ പോകും. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ ആരോടാണ് പെൻഷൻ പറ്റി എന്ന് ചോദിക്കുക? നമ്മളെല്ലാവരും പെൻഷൻ പറ്റിയോ എന്ന് ചോദിക്കുക. നമ്മൾ പോലീസുകാരോട് ചോദിക്കും, സാറേ പെൻഷൻ പറ്റിയ? നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലെ ടീച്ചറോട് ചോദിക്കും, പെൻഷൻ പറ്റിയ? നമ്മൾ വില്ലേജ് ഓഫീസറോട് ചോദിക്കും, പെൻഷൻ പറ്റിയ? നമ്മൾ ബാങ്കിലെ ജീവനക്കാരനോട് ചോദിക്കും, സൊസൈറ്റിയിലെ ജോലിക്കാരനോട് ചോദിക്കും, പെൻഷൻ പറ്റിയ? നമ്മൾ ആരെങ്കിലും തെങ്ങ് കളയ്ക്കാൻ വരുന്ന കേളപ്പേട്ടനോട് ചോദിക്കുമോ പെൻഷൻ പറ്റിയോന്ന്? നമ്മുടെ പാടത്ത് പണിക്ക് വരുന്ന രാമേട്ടനോട് ചോദിക്കുമോ പെൻഷൻ പറ്റിയോന്ന്? നമ്മൾ ആരെങ്കിലും ആൾക്കുട്ടിയോട് ചേച്ചിയോട് ചോദിക്കുമോ പെൻഷൻ പറ്റിയോന്ന്? നിങ്ങൾ ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അവരും പെൻഷൻ പറ്റിയിട്ടുണ്ട്. പെൻഷൻ കൈപ്പറ്റുക, അതാണ് പെൻഷൻ പറ്റൽ. പെൻഷൻ കൈപ്പറ്റിയില്ലേ അവര്? കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഏർപ്പെടുത്തിയപ്പോൾ പെൻഷൻ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ശ്രീമാൻ കരുണാകരൻ പറഞ്ഞത്, എടോ നായനാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ കർഷക തൊഴിലാളിക്ക് പെൻഷൻ നൽകുന്നത് പ്രത്യുൽപാദനപരമല്ലെന്നാണ് പറഞ്ഞത്. പ്രത്യുൽപാദനപരമല്ലാതെ നിങ്ങൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക് പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലകളിലേക്ക് നിങ്ങൾ ഈ ഖജനാവിന്റെ പണം ചെലവ് ചെയ്താൽ അതൊരു നാടിനോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്ന് കരുണാകരൻ നായനാരോട് മന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. നായനാര് നല്ല തമാശയോടുകൂടി മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നായനാർ എഴുന്നേറ്റ് നിന്ന് തന്റെ സ്വതസിദ്ധമായ തമാശയിലൂടെ ആ കരുണാകരന് മറുപടി കൊടുത്തത്, എടോ കരുണാകര, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യുൽപാദനമൊന്നുമില്ലടോ എന്നാണ് പറഞ്ഞത്. ആ മറുപടിയുടെ പൊരുൾ എന്താണ് എന്ന് കേട്ടവർക്കെല്ലാം മനസ്സിലായി. പാവപ്പെട്ടവന് പെൻഷൻ നൽകാൻ തീരുമാനിച്ചപ്പോൾ, സാധാരണക്കാരന് പെൻഷൻ നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് ഈ കോൺഗ്രസുകാർ. ഈ കേരളത്തിന്റെ മണ്ണിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചു. ഈ കേരളത്തിന്റെ മണ്ണിൽ സ്ത്രീകൾക്ക് തുല്യമായ അവകാശം വെക്കുക, തുല്യതയേക്കാൾ കൂടുതൽ അവകാശം നൽകിയത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. അസാധ്യമായത് സാധ്യമാക്കിയ ഗവൺമെന്റാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. അസാധ്യമാണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയ ഫയലുകൾ തുറന്ന് അത് സാധ്യമാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ്. നമ്മുടെ തൊട്ടടുത്താണ് നാഷണൽ ഹൈവേ 66 പോകുന്നത്. തടസ്സങ്ങളില്ലാത്ത, സ്റ്റോപ്പ് ലൈറ്റുകളില്ലാത്ത, ജംഗ്ഷനുകളിൽ വണ്ടികൾ നിർത്തിയിടേണ്ടതില്ലാത്ത മനോഹരമായ ഒരു ഹൈവേ 6 വരിപ്പാത കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക്. ഇനി അത് തുറക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കും. അതിന്റെ പണി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. എന്റെ ഉമ്മൻചാണ്ടി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്ത് ആരംഭിക്കാൻ കഴിയാതെ പോയത് അന്ന് നാട്ടിക MLA ശ്രീമാൻ TN പ്രതാപനാണ്. പ്രതാപൻ ഇപ്പോഴും മാധ്യമങ്ങളിലൂടെ, അന്ന് MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് മാധ്യമങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 45 മീറ്റർ അല്ലാതെ ഒരു ഇഞ്ച് ഭൂമി വിട്ടു നൽകാൻ എന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറല്ല, ഞാൻ അവരുടെ മുൻപിലുണ്ടാകും, പ്രക്ഷോഭത്തിന്റെ മുൻപിലുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ അന്നത്തെ MLA, നാട്ടികയിലെ MLA ശ്രീമാൻ TN പ്രതാപനായിരുന്നു. എന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
അധികാരത്തിൽ വന്നപ്പോൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അസാധ്യമായ ഫയലിനെ പുറത്തെടുത്തു. ആ ഫയലിന്റെ ചുവപ്പ് നാടയുടെ കെട്ടുകൾ അഴിച്ചു. ആ കെട്ടുകൾ അഴിച്ച് ഈ സംസ്ഥാനത്ത് അതിന് സാധ്യമാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അത് സാധ്യമാകുമെന്ന് പ്രഖ്യാപിച്ചു. അത് സാധ്യമാകുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു. 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെട്ടവന് പോലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം നൽകിയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പദ്ധതി. കേരളത്തിന്റെ ജനങ്ങൾക്ക്, കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന്, കേരളത്തിലെ നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഈ നാടിന്റെ മുൻപിലൂടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ പള്ളിക്കൂടങ്ങൾ, നമ്മുടെ വിദ്യാലയങ്ങൾ എന്തായിരുന്നു? നമ്മുടെ വിദ്യാലയങ്ങളുടെ അവസ്ഥ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ, ആടുന്ന ബെഞ്ചുകൾ, മാച്ചാലും കറുപ്പ് നിറം കാണാത്ത നമ്മുടെ ബ്ലാക്ക് ബോർഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ബോർഡുകൾ, ചെത്തിത്തേക്കാത്ത ചുമരുകൾ, അങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അപര്യാപ്തതകൾ. മാറ്റിയെടുത്തതാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഒന്നാം പിണറായി ഗവൺമെന്റ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ സഖാവ് സി രവീന്ദ്രനാഥ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഈ കേരളത്തിൽ സാക്ഷരതാ യജ്ഞം പോലെ മറ്റൊരു യജ്ഞം ഈ കേരളത്തിൽ നടപ്പിലാക്കി. അത് പൊതുവിദ്യാഭ്യാസ യജ്ഞമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് സഖാവ് സി രവീന്ദ്രനാഥ്. ഇപ്പൊ എന്താ പള്ളിക്കൂടങ്ങൾ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിനകത്ത്, ഒരു LP സ്കൂളിൽ പോയി. AC റൂമിലാണ് നമ്മുടെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. ഞാൻ അവിടുത്തെ ഹെഡ് മിസ്ട്രസിനോട് ചോദിച്ചു, ടീച്ചറെ, ഇത് എവിടെ നിന്നാണ് ഈ AC റൂം? ഇത് സർക്കാർ പണം തരുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞത്, അത് സർക്കാരിന്റെ പണം മാത്രമല്ല, കെട്ടിടമെല്ലാം വളരെ ഭംഗിയായി, നല്ല കെട്ടിടമുണ്ട്, നല്ല കുട്ടികളുടെ പാർക്കുണ്ട്, കളിസ്ഥലം വേറെയുണ്ട്, നല്ല അടുക്കളയുണ്ട്, മനോഹരമായ ബാത്റൂമുണ്ട്. ഇതിനെല്ലാം ഉപരിയായി എന്നെ ഞെട്ടിച്ചത് ക്ലാസ് റൂമുകളിൽ AC വെച്ചിരിക്കുന്നു. ആ AC നാട്ടിലെ ജനങ്ങൾ സംഭാവനയായി ചെയ്തു തന്നതാണ് എന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് പറഞ്ഞത്, മുൻകാലങ്ങളിൽ പഠിച്ച കുട്ടികൾ, മുൻപ് പഠിപ്പിച്ചിരുന്ന അധ്യാപകർ, സമീപ പ്രദേശത്തെ ജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തണം. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കണം. അങ്ങനെ യജ്ഞം ആരംഭിച്ചപ്പോഴാണ് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നാം കാണുന്നതിനും എത്രയോ നാം സങ്കല്പിക്കുന്നതിനും നാം സ്വപ്നം കാണുന്നതിനും അപ്പുറത്തുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം സൃഷ്ടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരുന്ന ഘട്ടത്തിലാണ്. അവിടെയും തീർന്നില്ല. അതിന്റെ തുടർച്ച ഇതാ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാം നടത്തിയ മാറ്റങ്ങൾ, നമ്മുടെ മാറ്റങ്ങൾ ഇതാ വീണ്ടും സഖാവ് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കേരളം അധികാരത്തിലിരുന്ന ഘട്ടത്തിലാണ്. ഈ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ആതുരാലയങ്ങൾ ഉണ്ടാകണം. അത് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, അത് ആയുർവേദ ഡിസ്പെൻസറികൾ ഉണ്ടാകണം, അത് ഹോമിയോ ആശുപത്രികൾ ഉണ്ടാകണം. എല്ലാ പഞ്ചായത്തിലും സർക്കാരിന്റെ ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ആയുർവേദ ആശുപത്രികളും അത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. നമ്മുടെ ഈ ജാഥയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഷാജൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് അവിണിശ്ശേരി പഞ്ചായത്തിന്റെ കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ എന്റെ വർത്തമാനം ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പഞ്ചായത്തിനകത്ത്, ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ജനസേവന പ്രവർത്തനങ്ങളുണ്ട്. ആ ജനസേവന പ്രവർത്തനങ്ങളും ആ ജനക്ഷേമ പ്രവർത്തനങ്ങളും
ആ വികസന പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യപ്പെടണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് താരതമ്യം ചെയ്യപ്പെടണം. ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകളെ ജനങ്ങളുടെ മുൻപിൽ തുറന്നു തീർക്കാൻ നമുക്ക് കഴിയണം. ജനങ്ങളുടെ മുൻപിൽ തുറന്നു പറയാൻ നമുക്ക് കഴിയണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ, ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നാടിന്റെ മുൻപിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, കരുത്ത് പകരാൻ ഈ ജാഥ സഹായകരമാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-യുടെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം ചുരുക്കുന്നു. അഭിവാദ്യം.